തൃശൂർ പൂരത്തിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പൂര നടത്തിപ്പിനെ ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിൽ തർക്കം. വർഷങ്ങളായി ഇരു ദേവസ്വങ്ങളും നടത്തിവരുന്ന പൂരം പ്രദർശനത്തിനൊപ്പം ദേവസ്വം ബോർഡ് സമാന്തര പ്രദർശനം നടത്താൻ തീരുമാനിച്ചതാണ് തർക്കത്തിന് കാരണം. തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിനും സംഘാടനത്തിനുമുള്ള പ്രധാന വരുമാന സ്രോതസ്സാണ് പൂരം പ്രദർശനം. തേക്കിൻകാട് മൈതാനിയിലെ പടിഞ്ഞാറെ പള്ളിത്താമം ഗ്രൗണ്ടിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലാണ് ഇക്കാലമത്രയും പ്രദർശനം നടത്തിയിരുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ മുതൽ കോർപ്പറേറ്റ് കമ്പനികൾ വരെ പ്രദർശനത്തിന്റെ ഭാഗമാകാറുണ്ട്. 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിലൂടെ ലഭിക്കുന്ന തറവാടകയടക്കമുള്ള വരുമാനം തൃശൂർ പൂരത്തിന്റെ ചെലവിനാണ് ഉപയോഗിക്കുക. എന്നാൽ ദേവസ്വം ബോർഡിന്റെ സമാന്തര പ്രദർശനം നടത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ ആശങ്ക സൃഷ്ടിക്കുന്നത്. വെറും എക്സിബിഷൻ്റെ ഗ്രൗണ്ടിനോട് ചേർന്ന് 50 മീറ്റർ അപ്പുറേ നിൽക്കുന്ന ഈ സ്ഥലത്ത് മറ്റൊരു എക്സിബിഷൻ നടന്നു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ പൂരം എക്സിബിഷനെ ഇല്ലാണ്ടാക്കുകയാണ്. ഇതിലെന്തോ അടിത്തട്ടിൽ തന്നെ എന്തോ ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരു ലോബി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് ഏതെല്ലാം തരത്തിൽ അന്വേഷിക്കണോ ആ തരത്തിലെല്ലാം അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇവിടെയുള്ള പൂരപ്രേമികളും ഉത്സവപ്രേമികളും അതിനെ നഖശിഖാന്തം എതിർക്കണമെന്നാണ് പറയാനുള്ളത്. ജനുവരി 23 കാലാവധി പൂർത്തിയായ കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ MP മുരളീധരനും പ്രേംരാജ് ചൂണ്ടലാത്തും പടിയിറങ്ങും മുൻപാണ് സമാന്തര പൂരം പ്രദർശനത്തിന് ടെൻഡർ വിളിച്ചത്. ഫെബ്രുവരി 21 പ്രദർശനത്തിലേക്ക് ടെൻഡർ ക്ഷണിച്ചുള്ള പരസ്യങ്ങളും പുറത്തിറങ്ങി. ഇത് പൂരം നടത്തിപ്പിനെ വെല്ലുവിളിക്കുന്ന നടപടിയാണെന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ. അതേസമയം ആരാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നോ ടെൻഡർ ക്ഷണിച്ചതെന്നോ അറിയില്ലെന്ന് മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ പറഞ്ഞു. സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് ഒരിക്കലും പൂരം എക്സിബിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിൽ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല. അങ്ങനെ നടത്താൻ പാടില്ലാത്തതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഡർ നടപടികൾ ഒഴിവാക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കാലാവധി കഴിഞ്ഞുകൊണ്ട് നിർദ്ദേശമൊന്നും കൊടുക്കാൻ പറ്റില്ല, പക്ഷേ അവർക്ക് ഒരു അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്താം. കാരണം ഇത് അനുചിതമാണെന്നുള്ള ഈ ഒരു എക്സിബിഷൻ ഈ സമയത്ത് നടത്തുന്നതെന്നുള്ളത്. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രദർശനം നടക്കുക. മാർച്ച് അവസാനത്തിൽ തുടങ്ങി മെയ് 25 അവസാനിക്കുന്ന വിധത്തിലാണ് പൂരം പ്രദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. 1990കളിൽ സമാനമായി പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അന്ന് പൂരക്കാലത്ത് മറ്റു പ്രദർശനങ്ങൾക്ക് കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചിരുന്നു. ഇത്തരം ധാരണകൾ നിലനിൽക്കെയാണ് സമാന്തര പൂര പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.